നമസ്കാരം ഗൈസ്, ആർജിയാണ്. ഡബിൾ വണ്ടേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു കുക്കിംഗ് റെസിപ്പിയാണ് നമ്മുടെ കൊഴുവ എന്ന് പറയും, കൊഴുവ അല്ലെങ്കിൽ കണവ എന്ന് പറയും, സ്ക്വിഡ് എന്ന് പറയും. ഇതിന്റെയൊക്കെ റോസ്റ്റാണ് ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് റെസിപ്പി. ശ്രുതി സ്വന്തമായിട്ട് എന്തൊക്കെ കണ്ടുപിടുത്തം നടത്തുന്ന റെസിപ്പിയാണ്. ഭാഗ്യദൃശ്യമല്ല, എന്നെ കൊണ്ട് പരീക്ഷിപ്പിക്കുകയാണ്. ഞാൻ കഴിച്ചിട്ട് എനിക്കൊന്ന് സംഭവിച്ചിട്ട് ഉറപ്പായിട്ടും വീഡിയോ അപ്ലോഡ് ചെയ്യാം. നല്ല ഫുഡായിരിക്കും ഉറപ്പായിട്ടും. ശ്രുതി മോശമായിട്ടൊന്നും ഉണ്ടാക്കാറില്ല. നിങ്ങൾ ഇതിന് കഴിച്ചു നോക്കിയ റെസിപ്പി ഞാൻ കാണിച്ചു തരാം. എണ്ണ ചൂടായിട്ട് ഇപ്പൊ പെരിഞ്ചീരം ഇട്ട് പട്ട ഇട്ട് പിന്നെ വെളുത്തുള്ളി ഗ്രാമ്പുട്ടാ ഗ്രാമ്പും പട്ടയിടും അല്ലേ? അതെ, നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് മെയിനായിട്ട് തീയത്തി കരിഞ്ഞു പോയിരിക്കും. നമ്മൾ കരിയാൻ പാടില്ല ഒരിക്കലും. നിങ്ങൾ തീ മാക്സിമം കുറയ്ക്കുക. ഗ്യാസ് ആകുമ്പോൾ നമ്മൾ മറ്റേ അടുപ്പാണ്, അതുകൊണ്ട് കുറയ്ക്കാൻ പാടാണ്. കത്താൻ തന്നെ പാടാണ്, അതിന് കുറച്ച് ശരിയാവും. അതുകൊണ്ട് നമ്മൾ മാറ്റി വെച്ചത്. പിന്നെ ഒരു ഗ്രാമ്പു, 2 ഗ്രാമ്പു, പിന്നെ പിന്നുള്ളത് നമ്മള് ഇത് കുരുമുളക്, പിന്നെ ഏലക്കും മട്ടും കൂടെ ഇടണം. ഇട്ടിട്ടില്ല, ഇടാൻ പോകുന്നുള്ളൂ അല്ലേ? എന്നിട്ട് നൈസിന് ചൂട് ഇതിൽ ഇളക്കിയെടുക്കാം, വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ശരിക്കും കരിയാതെ ചെയ്തെടുക്കണം ഗൈസ്, കരിഞ്ഞാൽ ടേസ്റ്റ് പോകും. പച്ചമണം പോകുന്നത്രയും ഇതാക്കി ഇളക്കണം അല്ലേ? അപ്പം ഗൈസ് എൻ്റെ ഇത് എന്താ പറയാ, മസാല ഇനി ഇടയാണ്. ഇനി സവാളയാണ് ഇടുന്നത്. സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. എൻ്റെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ നന്നായിട്ട് മൂത്ത് ബ്രൗൺ കളറായിട്ടുണ്ട്. ഞാനിനി ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ബാക്കി കാണിക്കാം കേട്ടോ. അപ്പം ഗൈസ് എൻ്റെ സവാള ഏകദേശം വഴണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് നമുക്കില്ല അതുകൊണ്ട് ഇടുന്നില്ല. പിന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാമെന്നുള്ളതാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി ഇതും കൂടി ഇട്ട് വഴറ്റിയിട്ട് ബാക്കി കാണിക്കാം. അപ്പോൾ എല്ലാം കൂടി ഇട്ട് ഞാൻ നന്നായിട്ടൊന്ന് സവാളായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. നന്നായിട്ടൊന്ന് എണ്ണയായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ ചട്ടിയൊക്കെ തെന്നി പോവുകയുള്ളൂ. കാരണം എനിക്ക് ഒരു കൈയിൽ തന്നെ 2 പരിപാടി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് എണ്ണയിൽ ഇതാക്കാം. എന്നിട്ട് കഴിഞ്ഞാൽ സവാളയായിട്ടൊക്കെ ഇതാക്കി ഒരു പച്ചമണച്ചൂര് പോവാം. അപ്പോൾ പച്ചച്ചൂര് പോയി കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് ഇടാൻ വേണ്ടി തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അവിടെ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതും കൂടി ഇട്ട് വഴറ്റാം ഗൈസ്. അപ്പം ഞാനിത് അടച്ച് വെച്ച് തക്കാളി ഇട്ട് ഇനി അതൊന്ന് വേവണം എന്ന് പറയുമ്പോൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, അല്ലാതെ ഒന്ന് വഴണ്ടി കിട്ടണം. തീ ഇപ്പോഴാണ് ഒന്ന് കത്തി തുടങ്ങിയത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ നന്നാക്കി വെച്ചിരിക്കുന്ന കണവയും കൂടി അതിലിട്ട് ഇളക്കും. അപ്പം കഴിച്ച് ഞാൻ അടപ്പ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും നന്നായിട്ട് വെന്ത് നന്നായിട്ട് ഉടഞ്ഞിതാണ്ട്. തക്കാളിയൊക്കെ ഇങ്ങനെ കുത്തുമ്പം തന്നെ ഉടഞ്ഞ് പോകുന്നുണ്ട്. അപ്പം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. മസാലയുടെ പച്ചച്ചൂരൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പം ആ തക്കാളിയുടെ വെള്ളമൊക്കെ കൂടി ആയിട്ടാണ് ഇതിങ്ങനെ നന്നായിട്ട് വന്നത്. ഇനി കുറച്ചും കൂടി ഒന്ന് വറ്റിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി. ഇത് നമ്മുടെ കണവ ഇടാൻ വേണ്ടി പോവാണ്. കണവ, കൂന്തൽ, സ്ക്വിഡ് എന്നൊക്കെ പറയും. ഇട്ട് കഴിഞ്ഞു. ഇതിലൊരു വെള്ളം ഉണ്ടാവും. ആ വെള്ളം ഇറങ്ങിയിട്ടാണ് എനിക്ക് നോക്കാൻ എത്രത്തോളം വെള്ളം പിന്നെ അടുത്ത് ഒഴിക്കുന്നത്. പിന്നെ എല്ലാരും ഭയങ്കര പ്രൊഫഷൻ നോക്കിയല്ലേ നായി എങ്ങനെയൊക്കെയോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അത്ര വലിയ പ്രൊഫഷണൽ കുക്കറൊന്നും അല്ലാന്ന്, കുക്കിംഗ് അല്ലാന്ന്. കുക്കർ അല്ലല്ലോ, അതല്ല കുക്ക്. എന്ത് കുക്കായാലും അതല്ല. നമ്മളെ തട്ടിക്കൂട്ട് സംഭവം ഈസിയായിട്ട് വെക്കും, പക്ഷെ ടേസ്റ്റ് വെക്കും അത്രേ ഉള്ളൂ. ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഇതിൽ നിന്ന് തന്നെ കണ്ടോ ഒരു വെള്ളം ഇറങ്ങണത് കണ്ടോ? നിങ്ങൾ ഈ വീഡിയോ കാണാൻ ഒരു മനസ്സിലാക്കാം. കൊള്ളാവുന്നതുകൊണ്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ അപ്ലോഡ് ചെയ്യില്ല, അതുകൊണ്ട് വീഡിയോ നിങ്ങൾ യൂട്യൂബ്. എന്റെ വീട്ടിൽ എന്റെ മദറിംഗ് ലോന് അറിയത്തില്ല, ഞാനാണ് വീട്ടിലും വെച്ചു കൊടുക്കാറ്. മദറിംഗ് ഇത് ഇഷ്ടമല്ല, കാണുമ്പോ ഒരു അറപ്പാന്ന് പറയും. നീരാടല്ലേ കാണുമ്പോ രസമില്ലാന്നൊക്കെ പറയും.
ഒരു സാധനം പോയി ടേസ്റ്റാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. കണവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് കൂന്തൽ എന്നൊക്കെ പറയും. കൂന്തല്, ഞണ്ട് തുടങ്ങിയ സാധനങ്ങൾ കുക്ക് ചെയ്ത് ഞാൻ അല്ലേ ആർജെ സത്യമല്ലേ? സത്യം. ഇനി ഞാൻ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക, നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഇട്ട് കൊടുക്കും. കാരണം നമ്മള് ഇച്ചിരി ഉപ്പിന്റെ ആൾക്കാരാണ്, അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുക്കും. മുന്തി എടുക്കും. ചോറിന്റെ അവിടെ കഴിക്കുമ്പോ നിങ്ങൾ ഉണ്ടാക്കുമ്പോ ഒരു ഇതിലുണ്ടാക്കുക. പിന്നെ ശ്രുതിക്ക് വലുതായിട്ട് നീളത്തിന് അരിഞ്ഞിട്ടേക്കും, ശ്രുതിക്ക് ചെറുതായിട്ട് കൂനിക്കാന്ന് അറിയാൻ മടി അതിന്റെ പേരിലാണ്. അല്ല ഇതിനിപ്പോ ചുരുങ്ങും. അതെ അതെ, ഇത്രയും പക്ഷെ നീളത്തിൽ അറിയണ്ടായിരുന്നു. റൗണ്ട് റൗണ്ട് അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അടുത്ത് കുഞ്ഞു കത്തിയില്ല, വലിയ കത്തിയാണ്. എന്റെ കുഞ്ഞു കത്തി ഞാൻ ഒളിപ്പിച്ച് വെച്ച് എപ്പോഴെന്നെ എല്ലാരും കളിയാക്കണം. കാരണം അല്ലെങ്കിൽ അത് വെച്ചിട്ട് കറക്റ്റ് ഉള്ളു ക്ലീൻ ചെയ്ത് മുള്ളെടുത്ത് കഴിഞ്ഞാല് സെറ്റാണ്. ഇനിയിപ്പോ ഇത് വെന്തിട്ടേക്കാം. ഞാൻ ഫുള്ളും കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തതാണ്. മറ്റേത് കുഞ്ഞു കത്തിയാണെങ്കിൽ അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ തേങ്ങയൊക്കെ ഓട്ടയിടൂല, അതുപോലെ ചുരണ്ടി ഇതാക്കി കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള വേസ്റ്റ് ഫുള്ളും പോരും. അപ്പൊ റൗണ്ടിന് കട്ട് ചെയ്യാം. നമ്മൾ അത്ര പ്രൊഫഷണൽ അല്ലല്ലോ. വെന്തിട്ട് കാണാം. അതെ, ആവശ്യം വെള്ളം ഉണ്ടപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വെള്ളം ഇല്ലെങ്കിൽ വെള്ളം ഒഴിക്കാം. നമുക്ക് ഇതെന്താ നിങ്ങൾ കണ്ട നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പറയണ്ടല്ല, വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങുന്നുണ്ട്. ഇത് ഞാൻ വറ്റിച്ചെടുക്കും നന്നായിട്ട്, ഈ വെള്ളം പോകുന്നു ഫുള്ളായിട്ട്. പിന്നെ ഇത് ഒന്ന് എന്താ പറയുക, ഇങ്ങനെ ഇതാവും. അപ്പം എന്താ പറയുക, റബ്ബർ പോലെ ആവും. അപ്പോൾ ഓവർ കുക്കിങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒന്നും കൂടി സോഫ്റ്റ് ആവും. അപ്പം അത്രയും നേരം വരെ ഞാൻ എന്ത് ചെയ്യും, അടച്ച് വെച്ച് വേവിക്കും. പിന്നെ സെൽഫായിട്ട് ഞാൻ എൻ്റെ കറിക്ക് ഞാൻ കുറച്ച് ഗരം മസാല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഗൈസ് ഈ ഗരം മസാല, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഹരമാണ്. അത് കാരണം ഞാൻ കുറച്ച് ഗരം മസാല ഏറ്റവും ലാസ്റ്റ് ജസ്റ്റ് സ്മെല്ലിന് വേണ്ടി ഇടും. ശരിക്കും പട്ട ഇടാം, പട്ട എനിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഗരം മസാല ലാസ്റ്റ് ഇടുന്നത്. എന്തായാലും നോക്കാം, ചത്തില്ലെങ്കിൽ കാണാം. ഫൈനലി ഗൈസ് നമ്മുടെ കണവ കൂന്തൽ സംഭവം സെറ്റായിട്ടുണ്ട്. ഏകദേശം വെന്ത് സെറ്റായിട്ടുണ്ട്, വെള്ളം പറ്റി വെന്ത് സെറ്റായിട്ടുണ്ട് സംഭവം. റബ്ബർ പോലെ അല്ലാതെ ശരിക്കും വൃത്തിക്ക് ഒരു വെന്ത് ഒരു സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ കഴിച്ചു നോക്കിയായിരുന്നു. നമ്മൾക്ക് സോഫ്റ്റ് ആണ്. നിങ്ങൾ റെസിപ്പി ട്രൈ ചെയ്യാം. ഗരം മസാല ഇട്ടാ? ഗരം മസാല ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഗരം മസാല സ്മെൽ ഇഷ്ടമാണ്. ഓൾറെഡി നമ്മൾ പട്ടയും എല്ലാം ഇടുന്നുണ്ട്. പക്ഷെ നമുക്ക് അതില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഗരം മസാല ഇടുന്നത്. പക്ഷെ എന്റെ അടുത്ത് ആകെ പെരിഞ്ചീരകം മാത്രം ഉണ്ടായിരുന്നു. പിന്നെ രണ്ട് ഗ്രാമ്പു മാത്രം, ഗ്രാമ്പു അത് മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ 2 കുരുമുളക് കഷ്ണം ഇട്ടുണ്ടായുള്ളൂ. അതുപോലത്തെ കുരുമുളക് പൊടി ഇല്ല. പിന്നെ ഉള്ളത് ഗരം മസാല പൊടിയായിരുന്നു. അവിടെ ഗരം മസാല പൊടി ഇട്ട് കൊടുത്ത് അതൊരു സ്മെല്ല് ടേസ്റ്റാണ്. ലാസ്റ്റ് ഇടാം ഗരം മസാല ഇട്ടാണ്, ഫസ്റ്റ് ഒന്നും ഇടരുത്. കാരണം അത് ഭയങ്കര ഇതായി പോകും അല്ലേ. ലാസ്റ്റ് ഇട്ടാൽ മതി. ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇതൊക്കെ പോയി കളയും. പിന്നെ ഗരം മസാല ഇട്ടത് വെറുതെ ആയി പോകും. ലാസ്റ്റ് ഇടാം, അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കഴിക്കുമ്പോൾ അതിൻ്റെ രുചി ഉണ്ടാവും അല്ലേ. ഇപ്പൊ സംഭവം വെള്ളം സെറ്റായിട്ടുണ്ട്. സംഭവം ഇത്രേ ഉള്ളൂ. സംഭവം സെറ്റായിട്ടുണ്ട്. ശേഷം സവാള അല്ല ശരിക്കും ഇടേണ്ടത്, ചെറുള്ളിയാണ് ഇടേണ്ടത്. സവാള നമ്മൾ ചെറുള്ളി നമ്മൾ വാങ്ങാറില്ല, സവാള വാങ്ങാറില്ല. കാരണം ശ്രുതിക്ക് ചെറുള്ളി നന്നാക്കാൻ മടിയതിൻ്റെ ഒരു സവാള വാങ്ങാറുള്ളൂ, ചെറുള്ളി വാങ്ങാറില്ല. അതാണ് മെയിൻ പ്രശ്നം. പിന്നെ ചെറുള്ളി ഞാൻ ഇനി മുതൽ നമ്മൾ ചെറുള്ളി വാങ്ങുന്നതായിരിക്കും. സവാള വാങ്ങും, പക്ഷെ സവാള ഇടും ആവശ്യം. പക്ഷെ ചെറുള്ളി ഇടുന്ന സമയത്ത് ചെറുള്ളി ഇടും അല്ലേ. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് വയറുവേദന വരാതിരിക്കാനും ഗ്യാസ് ഇതുണ്ടാവാതിരിക്കാനും. കാരണം ആർജയ്ക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, മെഡിസിനായി കഴിക്കുന്നതിന് ചിലപ്പം ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ അത് കൂടുതൽ ഇട്ടിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ഗൈസ്. അതൊരു പുളി ഇതായി സെറ്റായി കിട്ടാൻ വേണ്ടി അല്ലേ. ഇനിപ്പ് മാറാനുണ്ട്. പിന്നെ സവാളയുടെ ഇനിപ്പ് മാറാനൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാം. കൂടാതെ വിനാഗിരിയും ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് വിനാഗിരി ഉണ്ടെങ്കിൽ വിനാഗിരി ഉപയോഗിക്കാം. നമുക്ക് വിനാഗിരി ഇല്ല, അതുകൊണ്ട് നമ്മൾ നാരങ്ങ ഉള്ളതുകൊണ്ട്, നാരങ്ങ ലക്ഷം ഇട്ടുള്ളതുകൊണ്ട് അത് പിഴിഞ്ഞ് വെച്ചു. അതെ അതെ, നമ്മളിതും പെട്ടെന്ന് ഇതിപ്പോൾ ആയിക്കഴിഞ്ഞ് ഇത് മാറ്റിയിട്ട് വേണം നമുക്ക് മീൻ കറി വെക്കണം. അത് നമ്മൾ അടുത്ത റെസിപ്പിയിൽ കാണാം. അത് നമ്മളിപ്പോൾ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് ആ ചട്ടി തന്നെ ഇനി അടുത്ത മീൻ ഉണ്ടാക്കാനായിട്ട്
ഇന്ന് നമ്മൾ 2 മീൻ വാങ്ങിച്ചായിരുന്നു. കൊഴുമീൻ വാങ്ങിച്ചായിരുന്നു. ഫുള്ളും വെച്ചിട്ടില്ല, അത് ഫുള്ളും വെച്ചിട്ടില്ല, മാറ്റി വെച്ചു. കാരണം നമുക്ക് എപ്പോഴും ഇതുപോലെ കിട്ടില്ലല്ലോ. പിന്നെ എന്നൊന്നും കടം വാങ്ങുന്നത് മോശമാണ്, അവരും ജീവിക്കാനുള്ള ആൾക്കാരാണ്. അതെ അതെ. നമ്മളെ കൂന്തൽ സംഭവം സെറ്റാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റെസിപ്പി കാണാം ഗൈസ്. നമ്മളിങ്ങനെ കാണാൻ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം തന്നെ കിച്ചുവിന് കൊടുത്തിട്ടുണ്ട്. കിച്ചുവാണ് ഇന്നത്തെ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ നമ്മൾ ടേസ്റ്റ് കൊടുക്കും. ഫൈനലി ഗൈസ് നമ്മുടെ കണവ ഫിഷിന്റെ റെസിപ്പി തീരാണ്, വ്ളോഗ് വൈൻഡപ്പിയാണ് സംഭവം. അപ്പോൾ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ ആ സംഭവം പൊളി സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കഴിച്ചു നോക്കുക, നിങ്ങളും കഴിച്ചിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈസി റെസിപ്പിയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും കമന്റിൽ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. നല്ലതായാലും മോശമായാലും കുഴപ്പമില്ല. നമ്മളെ ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു സംഭവം. ലാസ്റ്റ് ഈ കുരുമുളക് ഗരം മസാല ഇടുന്നത് നല്ലതായിരുന്നു തന്നെയാണ്. പിന്നെ കുരുമുളക് നന്നായിട്ട് ഇടുന്നത് നല്ലതാണ്, ദഹനത്തിനായാലും ബാക്കിയുള്ള കാര്യങ്ങൾക്കായാലും. പക്ഷെ പൊടിയേക്കാൾ നല്ലത് നിങ്ങൾ കുരുമുളക് പച്ചയ്ക്ക് വേണ്ടി പൊടിച്ച് ചേർക്കുക അല്ലേ. നമുക്ക് പിന്നെ അങ്ങനെ പൊടിയൊന്നും ഉപയോഗിച്ചിട്ടില്ല. നമുക്ക് 2-3 കുരുമുളക് പാക്കറ്റ് വാങ്ങിച്ചപ്പോൾ അതിനകത്തുണ്ടായിരുന്നതാണ്. ഗരം മസാല പാക്കറ്റ് വാങ്ങിച്ചപ്പോൾ അതിനകത്തുണ്ടായിരുന്നതാണ്. ഗ്രാമ്പു ഏലക്ക പട്ട അങ്ങനെ വാങ്ങിച്ചപ്പോൾ അതിനകത്തുണ്ടായിരുന്ന കുരുമുളക് നമ്മൾ പെറുക്കിയിട്ടത്. അപ്പൊ നിങ്ങൾ അത് അങ്ങനെ ചെയ്തത്. അപ്പൊ നിങ്ങൾ മാക്സിമം ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ഫ്രം RJ ഗൈസ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താഴെ നമ്മുടെ ഇൻസ്റ്റയും ഫേസ്ബുക്കിന്റെ ഒക്കെ ലിങ്ക് ഉണ്ട്. നമ്മളെ കോൺടാക്ട് ചെയ്യാനും നമ്മളെ എല്ലാ കാലം അറിയിക്കാനും അല്ലെങ്കിൽ നമ്മളെ മീറ്റപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ അതിൽ നിന്ന് നമ്മളെ വിളിക്കുക, നമ്മൾ സംസാരിക്കുക. ഉറപ്പായിട്ടും കാണാം. ബൈ.